നമസ്കാരം, ഞാൻ ഡോക്ടർ തീർത്ഥ, കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ആൻഡ് സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണർ, ശ്രീരുദ്ര ആയുർവേദ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മഴക്കാല ആരോഗ്യ സംരക്ഷണത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചാണ്. മഴക്കാലം എന്ന് പറയുമ്പോൾ ഒരു നല്ല കാലം എന്നതിനപ്പുറത്തേക്ക് ഒരു രോഗത്തിന്റെ കൂടെ കാലമായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നത് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ഈ പ്രകൃതിയും മനുഷ്യ ശരീരവുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റത്തിനനുസരിച്ചും നമ്മുടെ ശരീരത്തിലും പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാലാവസ്ഥയിലും പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അതിനനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ ഒരു മാറ്റത്തിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന രോഗങ്ങളും വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഈ രോഗങ്ങളെ നമുക്ക് മാറ്റാൻ വേണ്ടി എന്തൊക്കെ ദിനചര്യകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, എന്തൊക്കെ പഞ്ചകർമ്മ ചികിത്സകൾ, ബാഹ്യപ്രയോഗങ്ങൾ നടത്താം, ഏതൊക്കെ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ വർഷകാലം എന്ന് പറയുന്നത് ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഋതുചര്യകളെ അപേക്ഷിച്ച് മഴക്കാല ആയുർവേദ ചികിത്സകൾക്ക് അഥവാ ഈ കർക്കിടക ചികിത്സ പോലുള്ള കാര്യങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. ശക്തമായ ഒരു വേനൽക്കാലത്തിന് ശേഷം, അതായത് നമ്മുടെ ശരീരം ഒരു ചൂടിന്റെ ഒരു കാഠിന്യം കൊണ്ട് നമുക്ക് ഒരു ധാതുക്കളും ഒക്കെ നമ്മളെ ഒരു ഊർജ്ജസ്വലത കുറഞ്ഞിരിക്കുന്ന ഒരു സമയം, അതിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരികയാണ് മഴക്കാലം എന്ന് പറയുമ്പോൾ. അന്തരീക്ഷത്തിലെ തണുപ്പ് കൂടുന്നു, ഈർപ്പം കൂടുന്നു, സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയുന്നു. ഇതൊക്കെ ഒരു രോഗത്തിന് അനുകൂലമായ സാഹചര്യമാണ്. ഇത്തരം അവസ്ഥകളിൽ നമ്മുടെ ശരീരത്തിലുള്ള വാതദോഷത്തിന് വൃദ്ധി സംഭവിക്കുന്നുണ്ട്. വാതദോഷത്തിന് വൃദ്ധി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് പൊതുവെ ഒരു വേദനകളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന സന്ധിവേദനകൾ പോലുള്ള രോഗാവസ്ഥകളിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇത് കൂടാതെ അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ വാതദോഷത്തിന് വൃദ്ധി കാരണം പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവുകയും, കൂടാതെ ശരീരത്തിൽ ഡ്രൈനസ്, ആ ഒരു വാതദോഷത്തിന്റെ വൃദ്ധി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഡ്രൈനസ് കൂടുകയും സ്കിന്ന് സംബന്ധമായുള്ള രോഗങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ ഒരു പെട്ടെന്നുള്ള ചേഞ്ച് കാരണം നമ്മുടെ ദഹനശക്തിയെയും അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു വേനൽക്കാലം കഴിഞ്ഞ് പെട്ടെന്ന് ഈ മഴക്കാലത്തിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും നമുക്ക് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെ അധികമായിരിക്കും. നമ്മൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിട്ടയായ രീതികൾ ആയുർവേദ ചര്യ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ കാര്യമാണ്. എന്തൊക്കെയാണ് ആയുർവേദം പറയുന്ന ഈ ഒരു ഋതുചര്യയിൽ പറയുന്ന കാര്യങ്ങളെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന്. അതുകൊണ്ട് തന്നെ ആഹാരത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ദഹിക്കാൻ എളുപ്പമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. കൂടാതെ ചുക്ക്, ജീരകം, തിപ്പലി, അതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് അൾസർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും പിത്താധിക്യം, ശരീരത്തിൽ പിത്തത്തിന്റെ അളവ് കൂടി നിൽക്കുന്ന സ്കിന്ന് പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് അവരുടെ രോഗാവസ്ഥയെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഏത് മരുന്ന് ഉപയോഗിക്കുന്ന സമയത്തും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക. കൂടാതെ എപ്പോഴും കുടിക്കുന്ന വെള്ളം ചൂടോട് മാത്രം കുടിക്കുക. തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. എണ്ണ പലഹാരങ്ങൾ, അങ്ങനെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുക. രണ്ടാമതായി വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞു വാതദോഷത്തിന് വൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. വാദത്തിനെ കുറക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എണ്ണ പ്രയോഗമാണ്. അതായത് ദേഹത്ത് മസാജ് ചെയ്യുന്നത്. അഭ്യംഗം, അതിൻ്റെ കൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരീരത്തിന്റെ അവസ്ഥ നോക്കി സ്വേദനം പോലുള്ള തെറാപ്പികളും കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിന്റെ ബലം വർദ്ധിക്കാനും ഊർജ്ജസ്വലത കൂടാനും, കൂടാതെ ഉറക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറക്കാനും, നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനസ് പോലുള്ള കാര്യങ്ങൾ കുറയാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. കർക്കിടക ചികിത്സയ്ക്ക് ആയുർവേദം ഇത്രയും പ്രാധാന്യം നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു വർഷകാലത്തിന്റെ, മഴക്കാലത്തിന്റെ ഏറ്റവും ഒരു ആധിക്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. കൂടുതലായി മഴ പെയ്യുകയും സൂര്യപ്രകാശം വളരെ കുറയുകയും ഒക്കെ കൂടുതൽ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാതദോഷം കൂടി നിൽക്കുക, മറ്റുള്ള ദോഷങ്ങൾക്ക് സഞ്ചയം സംഭവിക്കുക ഒക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ കാലയളവിൽ നമ്മൾ കൃത്യമായ
പഞ്ചകർമ്മ തെറാപ്പികളും ശോധനാ തെറാപ്പികളായ പഞ്ചകർമ്മ ചികിത്സകളും അല്ലെങ്കിൽ ബാഹ്യപ്രയോഗങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോ ആളുടെയും ശരീരത്തിനും അവരുടെ ആരോഗ്യാവസ്ഥയ്ക്കുമൊക്കെ അനുയോജ്യമായ ചികിത്സകൾ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് രോഗങ്ങൾ വരാതെ നോക്കാനും ഉള്ള രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ഒക്കെ സഹായകമായി തീരുന്നുണ്ട്.